ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ മറ്റൊരു ടോപ്പിക്കായിട്ടുള്ള ഡോക്ട്രിൻ ഓഫ് എസ്റ്റോപ്പലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സെക്ഷൻ 115 ഓഫ് ദി ഇന്ത്യൻ എവിഡൻസ് ആക്ടിൻ്റെ അകത്താണ് ഈ എസ്റ്റോപ്പൽ എന്ന് പറഞ്ഞ പ്രിൻസിപ്പിളിനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. ഇനി എസ്റ്റോപ്പൽ എന്ന് പറയുന്നത് ഫ്രഞ്ച് ടേമായിട്ട് ഉള്ള എസ്റ്റോപ്പിൽ നിന്നുമാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഷട്ട് ദ മൗത്ത് എന്നാണ്. ഡോക്ട്രൈൻ ഓഫ് എസ്റ്റോപ്പൽ എന്ന് പറയുന്നത് ഒരു റൂളാണ്. അവിടെ ഒരു ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പൊസിഷനിലേക്ക് ഒരു വ്യക്തിയെ എത്തിച്ചേർത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ വ്യക്തി ചെയ്ത കാര്യമോ അല്ലെങ്കിൽ പറഞ്ഞ കാര്യമോ പിന്നെ നമുക്ക് തിരിച്ചെടുക്കാൻ വേണ്ടി കഴിയത്തില്ല എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം ഞാനെന്ന് പറഞ്ഞ വ്യക്തി ഒരാളോട് പറയുകയാണ് ഞാനൊരു കാറിൻ്റെ ഓണറാണെന്ന്. ഞാൻ ആ പറഞ്ഞത് വിശ്വസിച്ച് ഒരു വ്യക്തി ആ കാറ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഡോക്ട്രൈൻ ഓഫ് എസ്റ്റോപ്പൽ ആകുകയാണ്. അത് നമുക്ക് പിന്നീട് പറയാൻ പറ്റത്തില്ല ഞാൻ ആ കാറിൻ്റെ ഓണറല്ല എന്നുള്ളൊരു കാര്യം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ ആ വേർഡ്സ് ബിലീവ് ചെയ്ത് അയാൾ ആ കാർ എന്തോ ചെയ്തു, പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു. ഈ എസ്റ്റോപ്പൽ എന്ന് പറയുന്നത് പിക്കാർഡ് വേഴ്സസ് സിയേഴ്സ് എന്ന് പറഞ്ഞ കേസിൽ നിന്നുമാണ് ലേ ഡൗൺ ചെയ്തെടുത്തിരിക്കുന്നത്. ഈ കേസിൻ്റെ അകത്തെന്ന് പറയുന്നത് എ എന്ന് പറയുന്നത് കുറച്ച് മെഷീനറീസിൻ്റെ ഓണറായിരുന്നു. അപ്പോൾ അത് അയാളുടെ ഫ്രണ്ടായിട്ടുള്ള ബിയുടെ പൊസിഷനിലിരിക്കുമായിരുന്നു. ബി സിക്ക് കുറച്ച് പൈസ കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ സി എന്തോ ചെയ്തു, ഒരു ഡിഗ്രി ഒബ്റ്റെയിൻ ചെയ്തതിന് ശേഷം ബിക്ക് അഗൻസ്റ്റ് ആയിട്ട് ഡിഗ്രി ഒബ്റ്റെയിൻ ചെയ്തു. എന്നിട്ട് ഈ മെഷീനറികൾ അറ്റാച്ച് ചെയ്തെടുത്തു. അപ്പോൾ ഓർത്തോണം, ഈ മെഷീനറി ആരുടെ ആണ്? ഒറിജിനലി എയുടെ ആണ്. അപ്പോൾ ഈ അറ്റാച്ച് ചെയ്തപ്പം എയുടെ പ്രസൻസിലാണ് ഇത് ചെയ്തത്. അപ്പോൾ എ ഇവിടെ ഒരു ഇത് പ്രിവെൻറ്റ് ചെയ്തില്ല, ഇത് ചെയ്യുന്നതിൽ നിന്നും പ്രിവെൻറ്റ് ചെയ്തിട്ടില്ല. എടുത്തോ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലായിരുന്നു. അപ്പോൾ ഇത് എടുത്തതിന് ശേഷം എക്ക് ബിക്ക് അഗനിസ്റ്റ് ആയിട്ട് ഈ ബി പറഞ്ഞ ഫാക്റ്റ് ഡിനേ ചെയ്തുകൊണ്ട് എസ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി കഴിയുന്നതല്ല. ഓക്കെ, അപ്പോൾ ഈ കോടതി എക്സ്പ്രസ് ചെയ്തത് ഡോക്ട്രിൻ ഓഫ് എസ്റ്റോപ്പൽ എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം ഒരു പേഴ്സൺ വിൽഫുള്ളി മറ്റൊരു വ്യക്തിയെ ബിലീവ് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും കാര്യം ട്രൂ ആണെന്നോ അല്ലെങ്കിൽ മറ്റൊരു കാര്യം ഇൻഡ്യൂസ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ ആ പറഞ്ഞ കാര്യം അല്ലെങ്കിൽ ആ പറഞ്ഞ പൊസിഷൻ ഓൾട്ടർ ചെയ്യാനോ പഴയ കാര്യം അങ്ങനെ ചെയ്തിട്ടില്ല, നടന്നിട്ടില്ല, അങ്ങനൊന്നും പറയാൻ വേണ്ടി കഴിയത്തില്ല. അത് പ്രിവെൻറ്റ് ചെയ്യുന്നതാണ് ഈ ഡോക്ട്രിൻ ഓഫ് എസ്റ്റോപ്പൽ എന്ന് പറയുന്നത്. ഇനി ഈ എസ്റ്റോപ്പലിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ഇവിടെ എന്ന് പറയുന്നത് ഒരു പേഴ്സൺ ഒരു റെപ്രസെൻറ്റേഷൻ മറ്റൊരു വ്യക്തിയോട് നടത്തിയിട്ടുണ്ടായിരിക്കണം. അത് ചിലപ്പോൾ ഡിക്ലറേഷൻ ആവാം, ആക്റ്റ് ആവാം, ഒമിഷൻ ആവാം, എക്സ്പ്രസ്ലി ആകാം, ചിലപ്പം ഇംപ്ലൈഡ് ആയിട്ടും ആകാം. ഇനി റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് മസ്റ്റ് ഹാവ് ബീൻ മെയ്ഡ് ആസ് ടു എ ഫാക്ട് ആൻഡ് നോട്ട് ആസ് ലോ. ഒരു ഫാക്റ്റിലായിരിക്കണം ഇത് മെയ്ഡ് ചെയ്തിട്ടുണ്ടായിരിക്കുന്നത്, ഒരു ലോയിലായിരിക്കാൻ വേണ്ടി പാടില്ല. ഇനി റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് മറ്റൊരു വ്യക്തിയിൽ ഒരു കാര്യം ട്രൂ ആണെന്നുള്ളൊരു ബിലീഫ് ഉണ്ടാക്കിയിരിക്കണം. അതുപോലെ തന്നെ ഈ ബിലീഫിന് പുറത്ത് ആ വ്യക്തി എന്തെങ്കിലും കാര്യം ആക്ട് ചെയ്യുകയും അവിടെ എന്തെങ്കിലും കാര്യം ഒരു ലോസ് സഫർ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇനി മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, എ ആണെങ്കിൽ റെപ്രസെൻ്റ് ചെയ്യുകയാണ് ബിയോട്, അയാൾ ഒരു വാച്ചിൻ്റെ ഓണറാണെന്നും പറഞ്ഞോട്ടെ. ഈ ഒരു വാച്ചിൻ്റെ ഓണറാണെന്ന് ബിയെ വിശ്വസിപ്പിച്ചു. അപ്പോൾ എന്നിട്ട് അയാൾ ആ വാച്ച് ഓഫർ ചെയ്യുകയും ചെയ്തു സെയിലിന് വേണ്ടി. ഹി ഓഫേർഡ് ദ വാച്ച് ഫോർ സെയിൽ ടു ബി. ബിക്ക് അത് കൊടുക്കാമെന്നുള്ളൊരു ഓഫറും കൊടുത്തു. സിയുടെ പ്രസൻസിലാണ് ഇത് ചെയ്തത്. അപ്പോൾ സി ആണ് ഇവിടെ വാച്ചിൻ്റെ റിയൽ ഓണർ. ബി ഇത് എയുടെ വാച്ചാണെന്നുള്ള ഗുഡ് ഫെയ്ത്തോടു കൂടി ഇത് വാങ്ങി. അപ്പോൾ സി ഹാസ് നോട്ട് ഒബ്ജക്റ്റഡ് ടു ദ ട്രാൻസാക്ഷൻ. ഈ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ സി ഇവിടെ ഇത് ഒബ്ജക്റ്റ് ചെയ്തിട്ടൊന്നുമില്ല. സിക്ക് ഇതിന് ശേഷം ക്ലെയിം ചെയ്യാൻ വേണ്ടി കഴിയത്തില്ല. ഇതെൻ്റെ വാച്ചാണ്, ഇതെനിക്ക് തിരിച്ചു തരണമെന്നോ അങ്ങനെയൊന്നും പറഞ്ഞിട്ട് ക്ലെയിം ചെയ്യാൻ വേണ്ടി കഴിയത്തില്ല. ഇനി നബാ കിഷോർ വേഴ്സസ് ഉത്കൽ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ കേസിൻ്റെ അകത്ത് ഇവിടെ യൂണിവേഴ്സിറ്റി ഒരു മാർക്ക് ഷീറ്റ് അവിടെ അലോ ചെയ്തു. അതിൻ്റെ അകത്ത് ഹൈ മാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കാൻഡിഡേറ്റ് എന്തോ ചെയ്തു, ഈ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ വേറെ കോഴ്സിന്, ഹയർ കോഴ്സിന് പോയി ചേരുകയും ചെയ്തു. കോടതി ഇവിടെ പറഞ്ഞു യൂണിവേഴ്സിറ്റിക്ക് ഇതിന് ശേഷം ഈ മാർക്ക് ഷീറ്റ് റോങ് ആണെന്ന് പറയാൻ വേണ്ടി കഴിയത്തില്ല. ഇവിടെ ഫാക്ട് ഓഫ് മിസ്കാൽക്കുലേഷൻ ഓഫ് മാർക്ക് വാസ് വിത്തിൻ ദ സ്പെഷ്യൽ നോളജ് ഓഫ് ദി യൂണിവേഴ്സിറ്റി. യൂണിവേഴ്സിറ്റിയുടെ സ്പെഷ്യൽ നോളജോട് കൂടിയാണ് ഇവിടെ ആ മാർക്കിൻ്റെ മിസ്കാൽക്കുലേഷൻ നടന്നത്. ആൻഡ് വാസ് നോട്ട് നോൺ ടു എനി അതർ പേഴ്സൺ. മറ്റുള്ള വ്യക്തികൾക്കാർക്കും ഈ മാർക്ക് മിസ്കാൽക്കുലേറ്റ് ചെയ്തതാണെന്ന് അറിയത്തുമില്ലായിരുന്നു. അപ്പോൾ ഇഫ് ബോത്ത് സൈഡ്സ് ഹാഡ് നോളജ് ഓഫ് ദി മിസ്റ്റേക്ക്, ദ ഡോക്ട്രിൻ ഓഫ് എസ്റ്റോപ്പൽ ഈസ് നോട്ട് ആപ്ലിക്കബിൾ. മിസ്റ്റേക്ക് ആണെന്ന് രണ്ട് പാർട്ടികൾക്കും അറിവുണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ എസ്റ്റോപ്പൽ യൂസ് ചെയ്യാൻ വേണ്ടി കഴിയുന്നതുമല്ല. ഇനി പലതരത്തിലുള്ള എസ്റ്റോപ്പലുകളുണ്ട്. എസ്റ്റോപ്പൽ ബൈ റെക്കോർഡ്, എസ്റ്റോപ്പൽ ബൈ ഡീഡ്, എസ്റ്റോപ്പൽ ഇൻ പാഴ്സ് ഓർ എസ്റ്റോപ്പൽ ബൈ കണ്ടക്ട്,
ഇനി ഇക്വിറ്റബിൾ എസ്റ്റോപ്പിലുണ്ട്, പ്രോമിസറി എസ്റ്റോപ്പിലുണ്ട്, ടെനൻസി എസ്റ്റോപ്പിലുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള എസ്റ്റോപ്പിലുകളാണ് ഉള്ളത്. ഇനി സെക്ഷൻ 116 അകത്താണ് ഈ ടെനൻസി എസ്റ്റോപ്പിലെ പറ്റി പറഞ്ഞിട്ടുള്ളത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇന്ത്യൻ എവിഡൻസ് ആക്ടിൻ്റെ മറ്റുള്ള ടോപ്പിക്കുകൾ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഓക്കെ, താങ്ക് യു.